ഒരു ബ്രേക്ക്ഫാസ്റ്റ്. കടുക് ഇട്ട് കൊടുക്കുക, സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക, പച്ചമുളക് കട്ട് ചെയ്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക, ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കുക. അത് മൊരിഞ്ഞു തുടങ്ങി വേവിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ നമ്മൾ ഇച്ചിരി ഉപ്പും മഞ്ഞളും കൊണ്ട് ഇട്ട് പുഴുങ്ങിയതാണ്. ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പനീർ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണം. നമ്മുടെ കൂട്ട് റെഡിയായി. ാക്കി വെക്കാം. കുറച്ച് പുതിനാല വെക്കണം. നമ്മുടെ മസാല റെഡിയാക്കി ഗോതമ്പ് പൊടിക്കകത്തോട്ട് ഉപ്പൊടി ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു. നല്ല മാവ് നമ്മൾ കുഴക്കും. എൻ്റെ ഈ പാത്രത്തിലൊന്നും പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ കയ്യിലധികം പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് അല്പം നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. ചെറുതായിട്ട് നമ്മൾ ഉരുട്ടി പരത്താം. നമ്മൾ റെഡിയാക്കി വെച്ച മസാലയുടെ കൂട്ടിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. വേറൊരു ചപ്പാത്തി പരത്തിയത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കും. ഇത് വെച്ചൊന്ന് പ്രസ് ചെയ്യാം. സൈഡൊന്ന് പ്രസ് ചെയ്തിട്ട് സ്മൂത്തായിട്ടൊന്ന് ഉരുളി വെച്ചൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ വെച്ചിരിക്കുന്ന മസാലകളൊന്നും പുറത്ത് കാണത്തില്ല. തവയിലിട്ടിട നല്ലപോലെ 4 വശം ഒരേപോലെ പ്രസ് ചെയ്ത് നമുക്കത് മൊരിച്ചെടുക്കാം. ഈ വശം നല്ല വൃത്തിയായി അല്ലേ? അതിൻ്റെ മസാലയൊന്നും പുറത്ത് വന്നിട്ടില്ല. ഒരു ഭംഗിയുണ്ട് കാണാനില്ലേ? അതേപോലെ ഫില്ലിങ് വെച്ച് പരത്തുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് പൊടിയേ ആവശ്യമില്ല ഇത് പരത്താൻ. നമ്മുടെ കൈ അഴുക്കാവത്തില്ല. മറ്റേത് പൊടി ഇവിടെ എല്ലാം വീഴും. എന്നാൽ ഇതിൻ്റെ ഈ ഫില്ലിങ്സ് എല്ലാം പുറത്ത് കാണും. ഇതങ്ങനൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മൾ പൊടിയൊന്നും തൊടാതെ തന്നെ അത് റെഡിയാക്കിയെടുത്ത് എൻ്റെ ഫില്ലിങ്സ് എല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട്. കണ്ടോ, വളരെ എളുപ്പ വഴിയിലുള്ള ഒരു പനീർ പൊട്ടറ്റോ പറാത്ത ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, മാവ് വൃത്തിയായിട്ട് കുഴച്ചെടുക്കുന്നതിനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒന്ന് കാണണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാവ് കുഴയ്ക്കാനൊന്നും അറിയത്തില്ല. പകുതി പാത്രത്തിലിരിക്കും ഇല്ലേ? അതുപോലെ പരത്താൻ അറിയാത്തവർക്ക് ഇത് നല്ലൊരു ടിപ്സാണ്. എന്താ, അല്ലെങ്കിൽ ഇവിടെ എല്ലാം പൊടിയായിരിക്കും. പിന്നെ ഇതിനകത്ത് മാവ് തുറന്നാൽ നമ്മുടെ കൈ അഴുക്കതൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് നമ്മൾ പറാത്ത ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പനീർ പൊട്ടറ്റോ പറാത്ത മുറിച്ച് കാണിക്കട്ടെ. ഇത് നല്ല ചൂട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കട്ടെ. ഇത് ചൂട് ഇതാ, ഫില്ലിങ്സ് എല്ലാം അതിനകത്തുണ്ട്. ഉണ്ടോ? നല്ല ചൂട്. ഈ വശം കാണിട്ടേ ഉണ്ടോ? ഫുൾ അതിലുണ്ട് ദാനം. എന്നാൽ അത് പുറത്ത് പോയിട്ടുമില്ല. നല്ല വൃത്തിയായിട്ട് നമ്മുടെ കൈയും നമ്മുടെ ഈ പ്ലേസും അഴുക്കാവാതെ വളരെ പെട്ടെന്ന് പനീർ പൊട്ടറ്റോ പറാത്ത ഉണ്ടാക്കിയതാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. പനീർ പൊട്ടറ്റോ പറാത്ത വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്.